ഹായ് മക്കളെ, സോ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന ചാപ്റ്ററിലെ മുഴുവൻ തിയറി പാർട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ പഠിച്ചെടുക്കാൻ പോവാണ്. സോ നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന ചോദ്യങ്ങൾ ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ സാധിക്കും. സോ ആദ്യം കൈനറ്റിക്സിൽ നമ്മൾ പഠിക്കുന്നത് ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ കുറിച്ചിട്ടാണ്. റേറ്റ് രണ്ട് വിധത്തിലുണ്ട്, ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും. ആദ്യം നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ആവറേജ് റേറ്റിന്റെ ഡെഫിനിഷനും ഇൻസ്റ്റന്റേനിയസ് റേറ്റിന്റെ ഡെഫിനിഷനുമാണ്. ആവറേജ് റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ടൈം ഇന്റർവെല്ലിലെ റേറ്റ് ആണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു 20 സെക്കൻഡ്സ് ടു ഒരു 40 സെക്കൻഡ്സ് അങ്ങനെ ഒരു ടൈം ഇന്റർവെല്ലിലെ റേറ്റ് ആണ് എന്ത് ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്താണ്? ഒരു പെർട്ടിക്കുലർ മൊമെന്റിലെ റേറ്റ് ആണ്. ഇപ്പൊ നിങ്ങളോട് 30ാമത്തെ സെക്കൻഡിലെ റേറ്റ് ചോദിച്ചാൽ നിങ്ങൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. 15ാമത്തെ സെക്കൻഡിലെ റേറ്റ് ചോദിച്ചാൽ നിങ്ങൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. റേറ്റ് എന്താണ്? ഒരു റിയാക്ഷന്റെ വേഗതയാണ്, സ്പീഡാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഒന്ന് ഡെഫിനിഷൻ 1 മാർക്കിന് ചോദിക്കും. രണ്ട്, എങ്ങനെ ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ചോദിക്കും. സോ ആർ ഗീവ്സ് പി എന്നുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ആർ ആരാ? റിയാക്റ്റന്റ് ആണ്. പി ആരാണ്? പ്രൊഡക്റ്റ് ആണ്. സോ നിങ്ങൾക്ക് ആറിന്റെ ടേംസിലും പിയുടെ ടേംസിലും റേറ്റ് എഴുതാൻ സാധിക്കും. ആറിന്റെ ടേംസിൽ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ്. ആറിനെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടുക. റിയാക്റ്റന്റിന്റെ അളവ്, അതിന്റെ ചേഞ്ചിനെ കാണിക്കാൻ ഡെൽറ്റ കൊടുക്കുക, ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. സോ കോൺസെൻട്രേഷന്റെ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഡിവൈഡഡ് ബൈ ടൈമിൽ ഉണ്ടാകുന്ന ചേഞ്ച്. ആൻഡ് റിയാക്റ്റന്റ് സൈഡിൽ റിയാക്റ്റന്റ് ആണെങ്കിൽ നിങ്ങൾ ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കുക. ഇനി പ്രൊഡക്റ്റിന്റെ ടേമിൽ ആവറേജ് റേറ്റ് എങ്ങനെ എഴുതുക? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. പ്രൊഡക്റ്റ് ആയതുകൊണ്ട് പ്ലസ് സൈൻ കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആവറേജ് റേറ്റ് ഏത് ഇക്വേഷൻ തന്നാലും കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ 6 ആയതുകൊണ്ടാണ് ഇവിടെ 6ഉം പിയും ഇട്ടത്. അതിന് പകരം റിയാക്റ്റന്റും പ്രൊഡക്റ്റും ഏതാണോ നിങ്ങൾ തരുന്നത് അത് സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടുക. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. യെസ്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണെങ്കിലോ അവിടെ ഡെൽറ്റ ടി അപ്രോച്ചസ് 0 എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ ഇവിടെ എവിടെയൊക്കെ ഡെൽറ്റ ഉണ്ടോ അവിടെയൊക്കെ നിങ്ങൾ ഡി കൊടുത്താൽ മതി. മൈനസ് ഡി ആർ ബൈ ഡി ടിയും പ്ലസ് ഡി പി ബൈ ഡി ടിയുമാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റിന്റെ ഇക്വേഷൻ. അപ്പൊ 2 ചോദ്യങ്ങൾ കിട്ടി. ഏതൊക്കെയാണ്? ഒന്ന് ഡെഫിനിഷൻ, 2 അതിന്റെ ഇക്വേഷൻ. അപ്പൊ അത് സെറ്റാണ്. ആൻഡ് അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ പഠിക്കുന്നത് ഓർഡറും മോളിക്കുലാരിറ്റിയുമാണ്. മക്കളെ, ഓർഡറും മോളിക്കുലാരിറ്റിയും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങിയിട്ടില്ല, നാളെ ഇറങ്ങാനും പോകുന്നില്ല. സോ പഠിച്ചിട്ട് മാത്രം പോവുക. എങ്ങനെയാണ് ഓർഡറും മോളിക്കുലാരിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുക? ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. എ എ പ്ലസ് ബി ബി ഗീവ്സ് പ്രൊഡക്റ്റ്. ഇവിടെ എയും ബിയും റിയാക്റ്റന്റുകളാണ്. സ്മോൾ എയും സ്മോൾ ബിയും സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എത്ര മോൾസ് ഉണ്ട്? 1A ആണോ 2A ആണോ അതൊക്കെ പറയുന്നതാണ് സ്മോൾ എയും സ്മോൾ ബിയും. സോ ഈ റിയാക്ഷന്റെ റേറ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ റേറ്റ് ലോ നമ്മൾ എഴുതുക. റേറ്റ് ലോ എങ്ങനെ എഴുതുന്നത്? റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു കെ എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. കെ ഇൻറ്റു എ റേസ് ടു എക്സ് ബി റേസ് ടു വൈ. എയും ബിയും ആരാ? റിയാക്റ്റന്റ് ആണ്. റിയാക്റ്റന്റിന്റെ ടേമിലാണ് നമ്മൾ റേറ്റ് ലോ എഴുതുക. അപ്പൊ ഇവിടെ 2 റിയാക്റ്റന്റ് ഉള്ളത് കൊണ്ട് കോൺസെൻട്രേഷൻ ഓഫ് എ, കോൺസെൻട്രേഷൻ ഓഫ് ബി. ഓക്കെ. ആൻഡ് എക്സും വൈയും ആരാ? എക്സും വൈയും നമ്മൾക്ക് എക്സ്പെരിമെന്റ് ചെയ്താൽ മാത്രം കിട്ടുന്ന ക്വാണ്ടിറ്റീസ് ആണ്, എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. സോ അവിടെ നിന്ന് വരാൻ പോകുന്ന ചോദ്യം ഇതാണ്. ഒരു റിയാക്ഷന്റെ ഓർഡറിനെ കുറിച്ചിട്ടാണ്. ഈ എയുടെ പവറും ബിയുടെ പവറും ആഡ് ചെയ്താൽ അതിന്റെ സം എടുത്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതാണ് ഒരു റിയാക്ഷന്റെ ഓർഡർ. സോ എക്സ് പ്ലസ് വൈ, ഈ എക്സും വൈയും ഞാൻ സം ചെയ്താൽ എനിക്ക് ആ റിയാക്ഷന്റെ ഓർഡർ കിട്ടും. ആ എക്സിന്റെയും വൈയുടെയും വാല്യൂ എക്സ്പെരിമെന്റ് ചെയ്താലേ കിട്ടത്തുള്ളൂ. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷന്റെ ഓർഡർ നിങ്ങൾ പറയൂ. റേറ്റ് ലോ തന്നിട്ടുണ്ട്. റേറ്റ് ഈസ് ഈക്വൽ ടു എന്നാണ്. റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റേസ് ടു 1 ബി റേസ് ടു 1. എങ്ങനെ ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുക? ഈ 1ഉം 1ഉം ആഡ് ചെയ്താൽ മതി. 1 + 1 2. So this is a second order kinetics. This is a second order reaction. This reaction follows second order kinetics. അങ്ങനെയാണ് ഇതോ? ഇത് ഇൻറ്റു എന്നാണ്. കെ ഇൻറ്റു എ റേസ് ടു 1 ബി റേസ് ടു റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റേസ് ടു 1 ബി റേസ് ടു 2. മക്കളെ, 1ഉം 2ഉം കൂടി ആഡ് ചെയ്തോ? 1 + 2 = 3. സോ ഈ റിയാക്ഷൻ തേർഡ് ഓർഡർ റിയാക്ഷൻ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഓർഡർ എന്ന് പറയുന്നത് 0 ആകാം, 1 ആകാം, 2 ആകാം, ഓർ ഈവൻ എ ഫ്രാക്ഷൻ ആകാം. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ മോളിക്കുലാരിറ്റിയോ? മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഈ എയുടെയും ബിയുടെയും സമ്മാണ്.
ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ തന്നാൽ നിങ്ങൾക്ക് മോളിക്കുലാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ എയും ബിയും കൂടെ കൂട്ടിയാൽ മതി. അങ്ങനെയാണ് ഈ റിയാക്ഷൻ നോക്കിയേ. ഇവിടെ റിയാക്ടന്റ് അമോണിയം നൈട്രേറ്റ് ആണ്. എത്ര എണ്ണം ഉണ്ട്? ഒന്നേ ഉള്ളൂ. സോ ഈ റിയാക്ഷന്റെ മോളിക്കുലാരിറ്റി എത്രയാണ്? 1 ആണ്. ദിസ് ഇസ് എ യൂണിമോളിക്കുലാർ റിയാക്ഷൻ. ആൻഡ് രണ്ടാമത്തെ റിയാക്ഷൻ H2ഉം I2ഉം കമ്പൈൻ ചെയ്യുക. എത്ര H2? ഒരു H2ഉം ഒരു I2ഉം കൂടിയാണ് കമ്പൈൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സം എടുത്താൽ മതി. 1 + 1 = 2. സോ ഇതെന്താണ്? ഒരു ബൈമോളിക്കുലാർ റിയാക്ഷൻ ആണ്. അപ്പോൾ ഓർഡറും മോളിക്കുലാരിറ്റിയും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് അതിന്റെ ഡെഫിനിഷൻ ആണ്. അതിനുശേഷം പഠിക്കേണ്ടത് ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇനി നമ്മൾ ഈ പോർഷനിൽ നിന്ന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് കാണുകയാണ്. ആദ്യത്തെ ചോദ്യമാണ്, ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും 2 ഘടകങ്ങൾ, 2 ഫാക്ടേഴ്സ് എഴുതുക. ഈ 6 എണ്ണത്തിൽ ഏതെങ്കിലും 4 എണ്ണം പഠിച്ചു വെക്കുക. റിയാക്ടന്റിന്റെ നേച്ചർ, റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, പ്രഷർ അല്ലെങ്കിൽ കാറ്റലിസ്റ്റിന്റെ ഇഫക്റ്റ്. ആ പേര് അങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 2 മാർക്കോ 1 മാർക്കോ സെറ്റാണ്. ചിലപ്പോൾ 2 മാർക്കിന് ചോദ്യം വരാം, ചിലപ്പോൾ 1 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അടുത്ത ചോദ്യം ഇതാണ്, ഗിവ് 2 ഡിഫറൻസസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഏതെങ്കിലും 2 വ്യത്യാസം എഴുതുക. എന്തൊക്കെ എഴുതാം? ഒന്ന്, അതിന്റെ ഡെഫിനിഷൻ എഴുതാം. ആൻഡ് 2, ഓർഡർ എന്ന് പറയുന്നത് 0 ആകാം, 1 ആകാം, അല്ലെങ്കിൽ 1/2 ആകാം. പക്ഷേ മോളിക്കുലാരിറ്റി എപ്പോഴും ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആയിരിക്കും. 1ഓ 2ഓ 3ഓ ഒക്കെ ആയിരിക്കും. ഓക്കെ അല്ലേ? ഓർഡർ നമ്മൾ എക്സ്പെരിമെന്റലി ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. എക്സിന്റെയും വൈയുടെയും വാല്യൂ എക്സ്പെരിമെന്റ് ചെയ്യണം. പക്ഷെ മോളിക്കുലാരിറ്റി തിയററ്റിക്കൽ ആണ്. ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് മോളിക്കുലാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. മൂന്നാമത്തത്, ഓർഡർ എന്ന് പറയുന്നത് ഒരു എലമെന്ററി റിയാക്ഷനും കോംപ്ലക്സ് റിയാക്ഷനും ആപ്ലിക്കബിൾ ആണ്. എലമെന്ററി എന്ന് വെച്ചാൽ ഒറ്റ സ്റ്റെപ്പിൽ, സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ. കോംപ്ലക്സ് എന്ന് വെച്ചാൽ മൾട്ടി സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്, ഒന്നിലധികം സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്. സോ ഏത് റിയാക്ഷൻ ആണെങ്കിലും ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാം. മോളിക്കുലാരിറ്റിയോ, ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ എലമെന്ററി റിയാക്ഷൻസ്. എലമെന്ററി റിയാക്ഷൻ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻസിന് മാത്രമാണ് ആപ്ലിക്കബിൾ. സോ 2 മാർക്കിന് തീർച്ചയായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന് തീർച്ചയായിട്ടും നിങ്ങളോട് നാളെ ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓർഡറും മോളിക്കുലാരിറ്റിയും. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് രണ്ടാമത്തേത്, വാട്ട് ഈസ് ആവറേജ് റേറ്റ്? അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരു പെർട്ടിക്കുലർ ഇന്റർവെല്ലിലെ റേറ്റ് ആണ്. ഡെഫിനിഷൻ പഠിക്കുക, ഇക്വേഷൻ പഠിക്കുക. നെക്സ്റ്റ് വൺ, ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ. മക്കളെ, മറ്റൊരു മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു സീറോ ഓർഡർ റിയാക്ഷന്റെയും ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെയും സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെയും റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ യൂണിറ്റ് ആണ്. സീറോ ഓർഡർ പഠിക്കുക. സീറോ ഓർഡറിന് എന്താ? സീറോ ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് മോൾ L⁻⁻1 S⁻⁻1. 1 മാർക്കിന് ചോദിക്കും, 1 മാർക്കിന് ചോദിക്കും, ഉറപ്പാണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിലോ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ആൻഡ് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിലോ, സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ മോൾ L⁻⁻1 L⁻1 S⁻⁻1. ഓക്കെ അല്ലേ? എല്ലിന് മാത്രം 1 ആണ്, ബാക്കി 2 പേരും -1. ഓക്കെ അല്ലേ? അപ്പൊ ഈ 3 പേരുടെയും, സീറോ ഓർഡർ റിയാക്ഷന്റെയും ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെയും സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെയും റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ യൂണിറ്റ് പഠിച്ചിട്ട് പോവുക. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അഗെയിൻ 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ എന്താ? ആ റിയാക്ഷൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് സെക്കൻഡ് ഓർഡർ ആണ് അല്ലെങ്കിൽ ഹയർ ഓർഡർ ആണ്. ബട്ട് ആക്ച്വലി ഇറ്റ്സ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഓക്കെ അല്ലേ? ടെക്സ്റ്റ് ബുക്കിൽ 2 എക്സാമ്പിൾ ആണ് പഠിക്കാനുള്ളത്. ഒന്ന് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ, 2 ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. ഈ 2 എക്സാമ്പിളിൽ ഒരു എക്സാമ്പിൾ പഠിച്ചിട്ട് പോവുക, ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ ഒരു സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ശരിക്കും ഫസ്റ്റ് ഓർഡർ ആണ്, കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും സെക്കൻഡ് ഓർഡർ ആണെന്ന്. ആ ഒരു സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഡെഫിനിഷൻ നിങ്ങളോട് ചോദിക്കും, അതേപോലെ അതിനൊരു എക്സാമ്പിൾ എഴുതാൻ ചോദിക്കും. അപ്പോൾ കോമൺ ആയിട്ട് ഈ ഒരു എക്സാമ്പിൾ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളോട് അല്ലെങ്കിൽ പ്രോബബ്ലി നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഓക്കെ, യെസ്. അടുത്തത്, ഇനി 2 കോൺസെപ്റ്റും കൂടെ പഠിച്ചാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. വെറും 2 കോൺസെപ്റ്റ്. യെസ്, ഫസ്റ്റ് സീറോ ഓർഡർ റിയാക്ഷന്റെയും ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെയും ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ 1 മാർക്കിന് ചോദിക്കുക. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ, സീറോ ഓർഡറിന്റെയും ഫസ്റ്റ് ഓർഡറിന്റെയും ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. അപ്പൊ സീറോ ഓർഡറിന്റെ ചോദിച്ചാൽ
K is equal to R0 minus R by T. R0 എന്താ initial concentration of reactant, R final concentration at time T. Okay അല്ലേ? And ഇത് ഫസ്റ്റ് ഓർഡറിന്റെ എല്ലാ എക്സാംസിനും 1 മാർക്കിന് സ്ഥിരം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് rate equation. K is equal to rate constant is equal to 2.303 by T time into log R0 by R. Concentration of initial concentration of reactant, final concentration of reactant. അപ്പോൾ 1 മാർക്കിന് പഠിച്ചു വെക്കുക. അടുത്തത് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഹാഫ് ലൈഫ് ഡിറൈവ് ചെയ്തെടുക്കാൻ ചോദിക്കും. എന്താണ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്? നിങ്ങളുടെ കയ്യിലുള്ള ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് അതിന്റെ പകുതിയാകാൻ എടുക്കുന്ന ടൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ടി ഹാഫ്. നിങ്ങളുടെ കയ്യിൽ 50 ഉണ്ടെങ്കിൽ അത് 25 ആകാൻ എടുക്കുന്ന ടൈം. നിങ്ങളുടെ കയ്യിൽ 100 റിയാക്റ്റന്റ് ഉണ്ടെങ്കിൽ അത് 50 ആകാൻ എടുക്കുന്ന ടൈമാണ് എന്ത്? ടി ഹാഫ് എന്ന് പറയുന്നത്. സോ ഇതിൽ നിന്നും കെയുടെ വാല്യൂവിൽ നിന്നും ടി ഹാഫ് ഡിറൈവ് ചെയ്തെടുക്കാൻ ചോദിക്കും. അത് മാത്രമല്ല ടി ഹാഫിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണേ. ടി ഹാഫ് ഇസ് ഇക്വൽ ടു R0 by 2K. ആരുടെ കേസിൽ? സീറോ ഓർഡർ റിയാക്ഷന്റെ കേസിൽ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കേസിൽ ടി ഹാഫ് ഇസ് ഇക്വൽ ടു 0.693 by K. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് ചോദിക്കും. R0 എന്ന് പറയുന്നത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ്. ഒരു സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇല്ലെന്നാണോ ഞാൻ പറഞ്ഞത്? യെസ്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ R0 എന്നുള്ള ടേം ഉണ്ട്. എന്നാൽ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ടി ഹാഫ് R0നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ഇനിഷ്യലി എടുത്തിരിക്കുന്നത് എത്രയായിക്കോട്ടെ അത് ടി ഹാഫിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അങ്ങനെ 1 മാർക്കിന് ഒരു ചോദ്യം വരും. അതായത് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ടി ഹാഫും കെയും തമ്മിലുള്ള റിലേഷൻ ചോദിക്കാം. അപ്പോഴും ഈ ഇക്വേഷൻ എഴുതുക. അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് R0നെ ഡിപ്പെൻഡ് ചെയ്യാത്തത്. ഓക്കെ അല്ലേ? ആരാണ് ഡിപ്പെൻഡ് ചെയ്യാത്തത്? ഫസ്റ്റ് ഓർഡർ ആണ് ഡിപ്പെൻഡ് ചെയ്യാത്തത്. നെക്സ്റ്റ് ഇവിടുന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ഗ്രാഫ്. സീറോ ഓർഡറിന്റെ ഗ്രാഫും ചോദിക്കും, ഫസ്റ്റ് ഓർഡറിന്റെ ഗ്രാഫും ചോദിക്കും. അപ്പൊ സീറോ ഓർഡറിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് വേഴ്സസ് ടൈം ആണ്. ഓക്കെ, അവിടെ ലോഗിന്റെ ടേംസ് ഒന്നും തന്നെ ഇല്ല. ഫസ്റ്റ് ഓർഡറിന് 2 ഗ്രാഫാണ് പഠിക്കാനുള്ളത്. ഒന്ന് ലോഗ് ആർ വേഴ്സസ് ടൈം, ഒന്ന് ലോഗ് R0 by R വേഴ്സസ് ടൈം. ഇത് LN ലോഗും ഇത് LOG ലോഗുമാണ്. അതിന്റെ എക്സ് ആക്സിസ് അറിയണം, വൈ ആക്സിസ് അറിയണം, സ്ലോപ്പ് അറിയണം ആൻഡ് വൈ ഇന്റർസെപ്റ്റ് അറിയണം. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഈസി ആയിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, യെസ്. ഇനി ഈ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്ന ഓരോ ചോദ്യങ്ങളും നമ്മൾ കാണാൻ പോവാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്. റൈറ്റ് ദ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താ? K is equal to 2.303 by T into log R0 by R. മക്കളെ, ആ ഒരു ടേബിൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ ഏതിനും ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. യെസ്, അടുത്ത ചോദ്യം. ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് റിലേറ്റഡ് ടു ദ റേറ്റ് കോൺസ്റ്റന്റ്. ടി ഹാഫും കെയും തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ. അപ്പൊ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ എഴുതി വെച്ചാൽ മതി. ടി ഹാഫ് ഇസ് ഇക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ. എന്നിട്ട് ടി ഹാഫ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കെ. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് അടുത്തത്, പ്ലോട്ട് എ ഗ്രാഫ് ഷോയിങ് വേരിയേഷൻ ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റും ടൈമും കൂടിയുള്ള ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. ആരുടെ? സീറോ ഓർഡർ റിയാക്ഷന്റെ. സോ ഇതാണ് സീറോ ഓർഡർ റിയാക്ഷന്റെ ഗ്രാഫ്. ഈ ഗ്രാഫ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കുക. ഒന്നെങ്കിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ നിങ്ങളോട് ചോദിക്കും. 2 ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്കിന് ഇവിടെ നിന്ന് ചോദിക്കുക. ഒന്ന് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ ചോദിക്കും. 2 ഗ്രാഫ് തന്നിട്ട് ഇത് സീറോ ഓർഡർ ആണോ ഫസ്റ്റ് ഓർഡർ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഫസ്റ്റ് ഓർഡറിന്റെ 2 ഗ്രാഫും സീറോ ഓർഡറിന്റെ 1 ഗ്രാഫുമാണ് പഠിക്കാനുള്ളത്. ആ ഗ്രാഫ് പഠിച്ചു വെക്കുക. ലോഗിന്റെ ടേം ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഓർഡർ ആണ്, ലോഗിന്റെ ടേം ഇല്ലെങ്കിൽ അത് സീറോ ഓർഡർ ആണ്. ഓക്കെ അല്ലേ? യെസ്. അടുത്തത് സെയിം ക്വസ്റ്റ്യൻ ആണ്. ഈ ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന്റെ ഓർഡറും ആൻഡ് അതിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനുമാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് വേഴ്സസ് ടൈം ആണ്, അതായത് R വേഴ്സസ് T ആണ്. അതിൽ ലോഗിന്റെ ടേംസ് ഒന്നും തന്നെ നമ്മൾ കാണുന്നില്ല. സോ ഇത് സീറോ ഓർഡറിന്റെ ഗ്രാഫാണ്. സീറോ ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എഴുതുക. അടുത്തത് ഒരു പ്രോബ്ലത്തിന് ശേഷം നമ്മുടെ ലാസ്റ്റ് കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോവാണ്. സോ പ്രോബ്ലം ഇതാണ്. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് K തന്നിട്ടുണ്ട്. K എന്ന് പറയുന്നത് 5.5 into 10⁻⁻14 സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അതിന്റെ ടി ഹാഫ് കാൽക്കുലേറ്റ് ചെയ്യണം. മക്കളെ, ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ഒരേ ഒരു ടേബിൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഏതും ചെയ്യാൻ സാധിക്കും. സോ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ടി ഹാഫ് ആണ് ചോദിച്ചിരിക്കുന്നത്.
ടി ഹാഫിന്റെ ഇക്വേഷൻ എന്താ 0.693/k. അപ്പോൾ വേഗം പോയിട്ട് ചെയ്തോ. 0.693/k ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അതിന്റെ k വാല്യൂ തന്നിട്ടുണ്ട്. 0.693 ഡിവൈഡഡ് ബൈ k എന്ന് പറയുന്നത് 5.5 × 10⁻⁻14 സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഇത്ര സെക്കൻഡ്സ് എന്നായിരിക്കും. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, ക്ലിയർ ആണ്. ആൻഡ് ലാസ്റ്റ് ടോപ്പിക് ഇസ് Arrhenius equation. Arrhenius equation 1 മാർക്കിന് ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറേ ഇല്ല കേട്ടോ. 1 മാർക്കിന് Arrhenius equation ചോദിക്കാത്ത ഒരു ചോദ്യ പേപ്പർ ഇല്ല. സോ Arrhenius equation ഇതാണ്. k = a(e⁻²) ഞാൻ ഒന്നും കൂടി എടുത്തെഴുതാം. k = a(e⁻) ഡിവൈഡഡ് ബൈ RT. ഇവിടുന്ന് എങ്ങനെയാ ക്വസ്റ്റ്യൻ വരിക എന്നറിയാവോ? ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിന് മേലുള്ള ടെമ്പറേച്ചറിന്റെ ഇൻഫ്ലുവൻസ് ചോദിക്കും, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ എഴുതേണ്ട ഇക്വേഷൻ ആണ് Arrhenius equation. അത് 1 മാർക്കിന് ചോദിക്കും. ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിന്മേലുള്ള ടെമ്പറേച്ചറിന്റെ ഇൻഫ്ലുവൻസ് കാണിക്കുന്ന ഇക്വേഷൻ ഏത്? പേരെന്താണ്? Arrhenius equation. എന്നിട്ട് ചോദിക്കും Arrhenius equation എഴുതി ഓരോ ടേമും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. k എന്താണ്? k എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, k എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. ആൻഡ് a എന്ന് പറയുന്നത് Arrhenius ഫാക്ടർ ആണ്. പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എന്നൊക്കെ പറയാം. a എന്താണ്? Arrhenius ഫാക്ടർ. a എന്ന് പറയുന്നത് Arrhenius ഫാക്ടർ. Ea എന്താണ്? Ea is the activation energy. Ea is the activation energy. Activation energy എന്താണെന്നും ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. ആക്ടിവേഷൻ എനർജി ആണ് Ea. Then R is the universal gas constant and T is the absolute temperature. Absolute temperature. കെൽവിനിലുള്ള ടെമ്പറേച്ചർ ആണ് T. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളോട് എന്തായാലും Arrhenius equation ഉറപ്പായും ചോദിച്ചിരിക്കും. അതിൻ്റെ ഓരോ ടേമും എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. ആൻഡ് മൂവിങ് ടു ദ ലാസ്റ്റ് പോർഷൻ. മക്കളെ, നിങ്ങൾ കെമിസ്ട്രി എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ അതിൽ കാണാൻ പോകുന്ന ഒരു ന്യൂമറിക്കൽ എന്തായിരിക്കും എന്നറിയാമോ? ആക്ടിവേഷൻ എനർജി Ea കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആയിരിക്കും. എന്തായാലും വരും. ഓക്കെ, എന്താണ് ആക്ടിവേഷൻ എനർജി? ഒരു റിയാക്റ്റന്റിന് പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ വേണ്ടി വരുന്ന എക്സ്ട്രാ എനർജി, ഓൾറെഡി റിയാക്റ്റന്റിന് ഒരു എനർജി ഉണ്ട്. എക്സ്ട്രാ കുറച്ചും കൂടി എനർജി കിട്ടിയാൽ മാത്രമേ അതിന് പ്രൊഡക്റ്റ് ആയിട്ട് മാറാൻ സാധിക്കൂ. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആയി പ്രൊഡക്റ്റ് ആകാൻ വേണ്ട എനർജീനെ വിളിക്കുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. സോ നമ്മളുടെ Arrhenius equationന്റെ ലോഗരിതമിക് ഫോം ആണിത്. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കാതെ നിങ്ങൾ പോകരുത്. ഈ ഇക്വേഷൻ എന്തായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം Ea കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോവാണ്. എങ്ങനെ ആക്ടിവേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോവാണ്. യെസ്, അതിനു മുൻപ് 2 കാര്യങ്ങളും കൂടെ ഓർമ്മിപ്പിച്ചോട്ടെ. ടെമ്പറേച്ചറും കാറ്റലിസ്റ്റും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. രണ്ടാമത്തത് കാറ്റലിസ്റ്റ് ആണ്. കാറ്റലിസ്റ്റിൻ്റെ റോള് ചോദിക്കും. ഒരു കാറ്റലിസ്റ്റ് ഒരു റിയാക്ഷനിൽ ആഡ് ചെയ്താൽ റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. അതെങ്ങനെയാണെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എഴുതിയാൽ മതി, ഇറ്റ് ലോവേഴ്സ് ദി ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജീനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ആര്? കാറ്റലിസ്റ്റ്. അത് എഴുതി വെച്ചാൽ മതി. ഓക്കെ, കാറ്റലിസ്റ്റിൻ്റെ റോൾ എന്താണ്? ഇറ്റ് ഡിക്രീസസ് ദ ആക്ടിവേഷൻ എനർജി. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ് റെഡ്യൂസസ് ദി ആക്ടിവേഷൻ എനർജി. Ea കുറയ്ക്കും. Ea കുറയ്ക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ റിയാക്ഷൻ നടക്കും. സോ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പ്രോബ്ലത്തിലേക്ക് നമ്മൾ പോവാണ്. ശ്രദ്ധിച്ചോളൂ. ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് ടെമ്പറേച്ചർ 10 കെൽവിൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡബിൾ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യത്തെ റേറ്റിനെ ഞാൻ K1 എന്ന് എടുക്കുകയാണ്. K1 എന്ന് പറയുന്നത് എന്താണ്? അത് X ആണ്, എനിക്കറിയില്ല. സോ രണ്ടാമത്തെ റേറ്റിനെ ഞാൻ എന്തെടുക്കുകയാണ്? 2x എന്ന് എടുക്കുകയാണ്. റീസൺ എന്താണ് മക്കളെ? റേറ്റ് ഡബിൾ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ റേറ്റ് X ആണെങ്കിൽ രണ്ടാമത്തെ റേറ്റ് 2x ആണ്. ആൻഡ് എപ്പോഴാണ് റേറ്റ് ഡബിൾ ചെയ്യുന്നത്? ടെമ്പറേച്ചർ 10 കെൽവിൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ. ഏതിൽ നിന്നും? 300 കെൽവിനിൽ നിന്നും. സോ ആദ്യത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 300 കെൽവിനും രണ്ടാമത്തെ ടെമ്പറേച്ചർ T2 എന്ന് പറയുന്നത് അതിനേക്കാൾ 10 ആണ് കൂടുതൽ, 310 കെൽവിനുമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ 300 കെൽവിനിൽ നിന്നും ടെമ്പറേച്ചർ 310 കെൽവിൻ ആകുമ്പോൾ റേറ്റ് ഡബിൾ ആകുന്നു. എക്സിൽ നിന്നും 2x ആകുന്നു. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആക്ടിവേഷൻ എനർജി Ea ആണ്. ആറിന്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട് 8.314 ജൂൾസ് പെർ കെൽവിൻസ് പെർ മോൾ. സോ Ea കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് log K2/K1 is equal to Ea divided by 2.303 R into T2 minus T1 divided by T1 T2 ആണ്. ഓക്കെ അല്ലേ? ഇനി ഓരോ വാല്യൂം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. log K2/K1 പകരം നമുക്ക് log 2x/x
എക്സ് എന്ന് കൊടുക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു ഇ എ ഡിവൈഡഡ് ബൈ 2.303 ഇൻറ്റു ആർ എന്ന് പറയുന്നത് 8.314 ആണ്, ഇൻറ്റു T2 മൈനസ് T1 എന്ന് പറയുന്നത് 310 മൈനസ് 300 ആണ്, ഡിവൈഡഡ് ബൈ അല്ലെ 300, യെസ് 310 മൈനസ് 300 ആണ്, ഡിവൈഡഡ് ബൈ 300 ഇൻറ്റു 310 ആണ്. ഓക്കെ ആണോ? ഇനി ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഇവിടെ ലോഗ് 2x ബൈ എക്സിലെ എക്സും എക്സും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ലോഗ് 2ന്റെ വാല്യൂ ആയിട്ടുള്ള 0.301 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ എയുടെ വാല്യൂ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മളൊരു ചാപ്റ്റർ കംപ്ലീറ്റ് പഠിച്ചെടുത്തിരിക്കുകയാണ്. ഇതേ ടൈപ്പ് പ്രോബ്ലംസും തിയറി ടൈപ്സും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാൻ സാധിക്കുക, ഉറപ്പായും വരുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ലൈവുകളെ കുറിച്ച് നിങ്ങൾ മറക്കരുത്. ഇന്ന് ഈവനിങ് 7 മണിക്ക് നമ്മളുടെ 2023ലെയും 22ലെയും 21ലെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തുകൊണ്ട് 7 മണിക്ക് ഒരു ലൈവ് ഉണ്ടായിരിക്കും. ഏഗൺ +2 ചാനലിൽ ഞങ്ങൾ വരുന്നതായിരിക്കും. ആൻഡ് എക്സാമിൻ്റെ തലേടെ വൈകുന്നേരം 7 മണിക്ക് 100 ചോദ്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് A+ ഉറപ്പിക്കാൻ പറ്റുന്ന 100 ചോദ്യങ്ങളും ആൻഡ് എക്സാമിൻ്റെ മോർണിംഗ് 6 മണിക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ഞങ്ങൾ വരും. സോ ഇതൊക്കെ കാണാനായിട്ട് മക്കൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ആവശ്യമുള്ള +2 സ്റ്റുഡൻസിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ആൻഡ് നിങ്ങൾക്ക് ക്ലാസ്സിനെ പറ്റിയുള്ള കമൻസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. സോ അറിയിക്കുക. ആൻഡ് ലൈവിന് എത്താൻ മറക്കരുത്. നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ബൈ.